എവ്രിവൺ, മേക്ക് വിത്ത് ലേണിൻ്റെ ട്യൂട്ടോറിയൽ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ AWSൽ എങ്ങനെ ഒരു സർവീസ് ഡിപ്ലോയ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇതാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്. ഫസ്റ്റ് വൺ ഈസ് ലൈക്ക് സെറ്റിംഗ് അപ്പ് Node.js കോഡ് വിത്ത് ഡോക്കർ കണ്ടെയ്നേഴ്സ്. ഡോക്കർ കണ്ടെയ്നർ വെച്ചിട്ടൊരു സർവീസ് ഡിപ്ലോയ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിനായിട്ട് അത് ലൈറ്റ് വെയിറ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ഡിപ്പെൻഡൻസി ഇഷ്യൂസ് നമുക്ക് പ്രൊഡക്ഷനിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകില്ല. ഓക്കെ, മാക്സിമം പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഡിപ്പെൻഡൻസി ഇഷ്യൂസ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഇതിനായിട്ട് ഇതാണ് എൻ്റെ GitHub അക്കൗണ്ട്. ഒരു ടെസ്റ്റ് നോഡ് ആപ്ലിക്കേഷൻ ഞാനവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഒരു സബ് ഡൊമെയിന് GoDaddyയിൽ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ അതിനുശേഷം ഒരു EC2 ഇൻസ്റ്റൻസ് AWSൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഇതാണ് അടുത്തതായിട്ട് കവർ ചെയ്യുന്നത്. അതിനുശേഷം ഒരു ഇലാസ്റ്റിക് IP EC2 ഇൻസ്റ്റൻസുമായിട്ട് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, അതിനുശേഷം EC2 ഇൻസ്റ്റൻസ് കൺസോൾ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും, അതിനുശേഷം ട്രാഫിക് റിവേഴ്സ് പ്രോക്സി വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഡൊമെയിൻ നെയിമിനെ ഒരു IP അഡ്രസ്സുമായിട്ട് മാപ്പ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് നമുക്ക് ഒരു TLS SSL സർട്ടിഫിക്കറ്റ്, നമുക്ക് HTTPSൽ ഒരു ഡൊമെയിൻ നെയിം ആക്സസ് ചെയ്യണമെങ്കിൽ അതിന് TLS SSL സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതെങ്ങനെ നമുക്ക് ട്രാഫിക് സർവീസ് വെച്ച് ഡോക്കർ കണ്ടെയ്നർ വഴി നമുക്കങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മളെ SSH കീ, അതായത് EC2 ഇൻസ്റ്റൻസിലുള്ള SSH കീ GitHubൽ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്തതിന് ശേഷം റെപ്പോ ക്ലോൺ ചെയ്യുന്നതും, അതിനുശേഷം ഡോക്കർ കമ്പോസ് വെച്ചിട്ട് ഡിപ്ലോയ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഇതാണ് ടെസ്റ്റ് നോഡ്. ഞാനൊരു ടെസ്റ്റ് നോഡ് ആപ്ലിക്കേഷൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് റൺ ചെയ്യാം. npm start. So it has started. ലോക്കൽ ഹോസ്റ്റിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ആണ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. V1 ആണ് ബേസ് എൻഡ് പോയിന്റ്. ചെറിയ ആപ്ലിക്കേഷനാണ്. server.tsൽ Swagger UA നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സോ ഐ ആം ജസ്റ്റ് റിമൂവിങ് ദാറ്റ് വൺ. ഇൻഡെക്സ് റൗട്ടറുമായിട്ട് മാപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നുണ്ട്. ബേസ് URL V1 ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് വേർഷൻ 1നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് V1 കൊടുത്തിരിക്കുന്നത്. ഇൻഡെക്സ് റൗട്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ ഹലോ വേൾഡ്, ഇതാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ. ജസ്റ്റ് ടു ഷോ ഹൗ വി ക്യാൻ ഡിപ്ലോയ് ദിസ് വൺ ഇൻ AWS. സോ package.jsonൽ ആവശ്യമായിട്ടുള്ള എല്ലാ പാക്കേജസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ടൈപ്പ് സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റ് വെച്ച് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടൈപ്പിംഗ് നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ, നമ്മൾ വലിയ അപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതലും നമുക്ക് എറേഴ്സ് മിനിമൈസ് ചെയ്യാൻ പറ്റും, ബഗ്സ് ഡീബഗ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്. പിന്നെ ENVയിൽ ഞാൻ ഒരു ടെസ്റ്റ് അക്കൗണ്ടും പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് GoDaddy പോയതിന് ശേഷം എങ്ങനെ സബ് ഡൊമെയിൻ ആക്സസ് ചെയ്യാം എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഡൊമെയിൻ സെക്ഷൻ GoDaddy ലോഗിൻ ചെയ്തതിന് ശേഷം പോർട്ട്ഫോളിയോ ഡൊമെയിൻ സെക്ഷനിൽ പോകുന്ന സമയത്ത് നമ്മുടെ രജിസ്റ്റേർഡ് ആയിരിക്കുന്ന എല്ലാ ഡൊമെയിൻസും കാണാൻ സാധിക്കും. അതിനുശേഷം ഓവർവ്യൂ, DNS പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ 3 നാവ് ബാർ നമുക്ക് കാണാൻ പറ്റും. അതിൽ DNS സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് DNS റെക്കോർഡ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ കാണാൻ പറ്റും. അവിടെ ആഡ് ന്യൂ റെക്കോർഡ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെക്കോർഡാണ് ആഡ് ചെയ്യേണ്ടത് സബ് ഡൊമെയിനിന് വേണ്ടിയിട്ട്. അതിനുശേഷം ടെസ്റ്റ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ IP അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. IP അഡ്രസ്സ് കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ AWSൽ പോകണം. AWSൽ നമുക്ക് ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം EC2 ഇൻസ്റ്റൻസ്, EC2 എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് EC2 ഇൻസ്റ്റൻസ് കിട്ടും. അതിനുശേഷം നമുക്ക് ഇൻസ്റ്റൻസിൻ്റെ അകത്തേക്ക് പോവാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരൊറ്റ ഇൻസ്റ്റൻസും ഇല്ല. അപ്പോൾ നമുക്ക് പുതിയൊരു ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യാം.
അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാനൊരു ടെസ്റ്റ് നോഡ് എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുന്നു. അതിനുശേഷം ഉബണ്ടു ഉബണ്ടു ആക്സസ് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഏതാണോ ഏത് ഡിസ്ക്കാണ് നമുക്ക് ആവശ്യമുള്ളത്, ഉബണ്ടു ഏത് വേർഷനാണ് ആവശ്യം, അത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഏത് ആർക്കിടെക്ചറാണോ വേണ്ടത് ആ ആർക്കിടെക്ചർ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇൻസ്റ്റൻസ് ടൈപ്പ്, ഓരോ ഇൻസ്റ്റൻസ് ടൈപ്പ് ഉണ്ട്. T2 മൈക്രോ, നാനോ, സ്മോൾ, മീഡിയം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ തന്നെ നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാണാൻ പറ്റും. T2 മൈക്രോ എടുത്തു കഴിഞ്ഞാൽ ഒരു വെർച്വൽ CPU, ഒരു GB മെമ്മറി, ഇതൊക്കെയാണ് അതിൻ്റെ ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള കുറേ ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യം T2 മൈക്രോ ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കൊരു വേണമെങ്കിൽ ഒരു കീ പെയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് ജസ്റ്റ് ഇവിടെ കൊടുക്കാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നെറ്റ്വർക്ക് സെക്ഷനിലേക്ക് പോയതിന് ശേഷം നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. അലോ HTTPS ട്രാഫിക്, അലോ HTTP ട്രാഫിക് ഫ്രം ദ ഇൻ്റർനെറ്റ്, ഇത് രണ്ടും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അഡ്വാൻസ്, നമുക്കിവിടെ സ്റ്റോറേജ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എത്രയാണ്? ഞാൻ 8 GB, ഓക്കെ 16 GB കൊടുക്കുകയാണ്. അതിനുശേഷം ഇതൊക്കെ അഡ്വാൻസ്ഡ്, നമുക്കിപ്പോൾ ഈ ഓപ്ഷൻസൊക്കെ സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ലോഞ്ച് ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യാം. നമുക്കിവിടെ കീ പെയർ, നമ്മൾ ഈ ഇൻസ്റ്റൻസിൻ്റെ കീ പെയർ ഇവിടെ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് കീ പെയർ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഗിവിങ് നോഡ് ടെസ്റ്റ്, ഇറ്റ്സ് ഫോർ ഓതൻറ്റിക്കേഷൻ. ഫയൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, അത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇവിടുത്തെ EC2 ഇൻസ്റ്റൻസിലേക്ക്. ഇതിപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇൻസ്റ്റൻസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും ഇൻസ്റ്റൻസ് ID, അതേപോലെ തന്നെ ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് പെൻഡിങ് ആണ്. പോയി കഴിഞ്ഞാൽ പബ്ലിക് IP കാണാം. ഇവിടെ പബ്ലിക് IP എന്ന് പറയുന്നത് 3.26.92.72 ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്തെങ്കിലും ആവശ്യത്തിന് റീസ്റ്റാർട്ട് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഈ IP അഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IP അഡ്രസ്സ് സ്റ്റാറ്റിക് ആക്കി മാറ്റണം. അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇലാസ്റ്റിക് IP അഡ്രസ്സിൻ്റെ സ്ഥലത്തേക്ക് പോകുക. നമ്മൾ ലെഫ്റ്റ് സൈഡ് ബാറിൽ നമുക്ക് കാണാൻ കഴിയും ഇലാസ്റ്റിക് IP. അവിടെ നമുക്ക് ഒരു ഇലാസ്റ്റിക് IP ജസ്റ്റ് അലോക്കേറ്റ് ചെയ്യാം. ഒരു ഇലാസ്റ്റിക് IP നമ്മൾ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഓൾറെഡി ഉള്ള ഇൻസ്റ്റൻസുമായിട്ട്, അതായത് ടെസ്റ്റ് നോഡുമായിട്ട് ഇതിനെ അസോസിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെയുള്ള ഇലാസ്റ്റിക് IP അഡ്രസ്സിൻ്റെ, അതായത് 52.63.67.12 എന്നുള്ള ഈ ഒരു IP അഡ്രസ്സ് ആയിരിക്കും നമ്മളെ EC2 ഇൻസ്റ്റൻസിൻ്റെ IP അഡ്രസ്സ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഇത് മാറില്ല. നമ്മൾ റീബൂട്ട് ചെയ്യുകയോ എന്തെങ്കിലും ആവശ്യത്തിന് വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും ഇത് മാറില്ല. സോ നമുക്കിത് ഡൊമെയിൻ നെയിമുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യാം. ഈ IP അഡ്രസ്സ് ഞാൻ നേരെ ഗോഡാഡിയിലേക്ക് ചെല്ലുകയാണ്, വാല്യൂസിൻ്റെ സെക്ഷനിലേക്ക് പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു സബ് ഡൊമെയിൻ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് ആക്സസിബിൾ ആണെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും. So we can go to our code setup and from Docker file
നമുക്കൊരു ജസ്റ്റ് ഒരു നോട്ട് ജേസ് റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഡോക്കർ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇതിലെന്താണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഞാനൊരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് ടെംപ്ലേറ്റ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാണ്. എന്നിട്ട് ആവശ്യമുള്ള സാധനം മാത്രം, ആവശ്യമുള്ള കമാൻഡ്സ് മാത്രം നമുക്ക് ആഡ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മളൊരു ഒഫീഷ്യലായിട്ടുള്ള നോട്ട് ജേസ് ഇമേജ്, ബേസ് ഇമേജ് സെറ്റപ്പ് ചെയ്യണം. അതായത് നമ്മളെ ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഈ നമ്മൾ ആപ്ലിക്കേഷൻ റൺ ചെയ്യണമെങ്കിൽ നോട്ട് ജേസ് ആവശ്യമാണ്. അതിന് ഏത് നോട്ട് ജേസിനാണ്, ഏത് വേർഷനാണ് വേണ്ടതെന്ന് നമ്മളിവിടെ കണ്ടെയ്നറിൽ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നോട്ട് മോഡ്, ടൈപ്പ് സ്ക്രിപ്റ്റ്, TS നോഡ് അതുപോലുള്ള ടൈപ്പ് സ്ക്രിപ്റ്റ് വെച്ച് നോട്ട് ജേസ് റൺ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കമാൻഡ്സ് ഒക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം വർക്ക് ഡയറക്ടറി സെറ്റപ്പ് ചെയ്യാണ്. അതായത് ഈ ആപ്ലിക്കേഷൻസ് നേരെ യൂസർ src-app എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിലേക്കാണ് പോവുക. അതിനുശേഷം നമ്മൾ package.json, പാക്കേജ് സ്റ്റാർ, അപ്പോൾ പാക്കേജ് lock.jsonഉം package.jsonഉം ഇതിൻ്റെ അകത്തേക്ക് കോപ്പി ആവും. അതായത് യൂസർ src ആപ്പിലേക്ക് പേസ്റ്റ് ആവും. അതിനുശേഷം നമ്മൾ ജസ്റ്റ് യാൺ ഇൻസ്റ്റാൾ അടിക്കുകയാണ് ചെയ്യുന്നത്. യാൺ ഇൻസ്റ്റാൾ കമാൻഡ് കൊടുക്കുന്ന സമയത്ത് യാൺ പാക്കേജ് മാനേജർ വെച്ചിട്ട് ഓൾറെഡി ഉള്ള എല്ലാ പാക്കേജസും ഇൻസ്റ്റാൾ ആവും. അതാണ് സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ യാൺ ഇൻസ്റ്റാൾ ആയതിനു ശേഷം എല്ലാ നമ്മൾ ആപ്ലിക്കേഷൻ്റെ എല്ലാ കോഡ്സും കറണ്ട് ഡയറക്ടറിയിലേക്ക് കോപ്പി ചെയ്യാണ്. പിന്നെ നമ്മൾ 80 എന്ന് പറയുന്ന പോർട്ട് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ. കമാൻഡ് നോട്ട് മോൺ, അതായത് ഇത് റൺ ചെയ്യുന്ന സമയത്ത് ആദ്യം ഈ കമാൻഡ്സ് റൺ ചെയ്യും. അപ്പോൾ നോട്ട് മോൺ, ടൈപ്പ് സ്ക്രിപ്റ്റ്, TS നോഡ് ഇതൊക്കെ റൺ ആവും. അതിനുശേഷം വർക്ക് ഡയറക്ടറി ചൂസ് ചെയ്യും, പാക്കേജ് JSON അതിൻ്റെ അകത്തേക്ക് കോപ്പി ചെയ്യും. യാൺ ഇൻസ്റ്റാൾ വഴി എല്ലാ അതായത് package.jsonൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എല്ലാ ഡിപ്പെൻഡൻസീസും ഒക്കെ ഇൻസ്റ്റാൾ ആവും. അതിനുശേഷം നമ്മൾ കോഡ് ബേസ് ഫുള്ളായിട്ട് കണ്ടെയ്നറിനുള്ളിൽ കോപ്പി ചെയ്യാണ്. എന്നിട്ട് 80 എന്ന് പറഞ്ഞ പോർട്ട് നമ്മൾ എക്സ്പോസ് ചെയ്യാണ്. എക്സ്പോസ് ചെയ്തതിന് ശേഷം നമ്മൾ നോട്ട് മോഡ് എന്നുള്ള കമാൻഡ് അടിക്കുകയാണ്. നോട്ട് മോഡ് എന്നുള്ള കമാൻഡ് അടിക്കുന്ന സമയത്ത് ഇത് റണ്ണാവും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ നോട്ട് മോഡ് ഇല്ലാതെ തന്നെ ജസ്റ്റ് npm സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയും കൊടുക്കാം. ഓക്കെ, ഇനി രണ്ടാമതായി ഡോക്കർ കമ്പോസ് ആണ് സെറ്റപ്പ് ചെയ്യുന്നത്. ഡോക്കർ കമ്പോസ് സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആദ്യം ട്രാഫിക് സർവീസ് നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ വേർഷൻ 3.5 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 3.5 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഏതൊക്കെ സർവീസസ് ആണ് വേണ്ടതെന്ന് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ നമ്മൾ റിവേഴ്സ് പ്രോക്സിയാണ് യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാഫിക്കാണ്. എന്നിട്ട് നമുക്ക് രണ്ടാമതായിട്ട് ഇമേജ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ബേസിക് ടെംപ്ലേറ്റ് എൻ്റെ അടുത്തുണ്ട്, ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ലോഗ് ലെവൽ വാണിംഗ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത്. ഇതൊക്കെ കമാൻഡ്സ് ആണ്. അതായത് ട്രാഫിക് എന്ന് പറയുന്ന സർവീസ് റണ്ണാവുന്ന സമയത്ത് ഈ ഇമേജ് എന്ന് പറയുന്നത് ട്രാഫിക്കിൻ്റെ ഡോക്കർ ഇമേജാണ്. ഇത് നമ്മൾ ഗ്ലോബലി, അതായത് റിമോട്ടിൽ നിന്ന് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുക. ഈ ഡോക്കർ കമ്പോസ് റൺ ചെയ്യുന്ന സമയത്ത് കണ്ടെയ്നർ നെയിം, ഈ കണ്ടെയ്നർ നെയിം നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, ട്രാഫിക് എന്ന് തന്നെ കൊടുക്കുകയാണ്. കണ്ടെയ്നർ നെയിം കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ രണ്ട് സർവീസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സർവീസിൽ നിന്ന് വേറൊരു സർവീസിലേക്ക് ഇൻ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കണ്ടെയ്നർ നെയിം വെച്ചിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതാണ് ബേസിക് ആയിട്ടുള്ള കമാൻഡ്സ് ആണ് ഇവിടെ വരുന്നത്. ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മാത്രം മതി. പ്രൊവൈഡേഴ്സ് ഡോക്കർ ട്രൂ, എക്സ്പോസ് ബൈ ഡിഫോൾട്ട് ഫാൾസ്, അതേപോലെ തന്നെ ഏത് അഡ്രസ്സാണ് യൂസ് ചെയ്യേണ്ടത്, എൻട്രി പോയിൻ്റ്, അതേപോലെ തന്നെ സ്കീം HTTPS ആണ് വേണ്ടത്. എൻട്രി പോയിൻറ്റ്സ്, അതായത് പോർട്ടൊക്കെ മെൻഷൻ ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ലെറ്റ്സ് എൻക്രിപ്റ്റ്, അതായത് നമ്മൾ ലെറ്റ്സ് എൻക്രിപ്റ്റ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ഈ ട്രാഫിക് സർവീസ് ഈ സർവീസിനെ TLS അതേപോലെ തന്നെ SSL സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നത്. രണ്ടാമതായി നമുക്ക്
നമ്മളെ സർവീസിലേക്ക് പോവാം. നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സർവീസിന് ടെസ്റ്റ് നോഡ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു പേര് കൊടുക്കുകയാണ്, ടെസ്റ്റ് നോഡ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, കണ്ടെയ്നർ നെയിം മെൻഷൻ ചെയ്യണം. കണ്ടെയ്നർ നെയിം ടെസ്റ്റ് നോഡ് എന്ന് തന്നെ കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഓൾറെഡി ഒരു ഡോക്കർ ഉണ്ട്. ഡോക്കർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡോക്കർ കമ്പോസ് സർവീസ് റൺ ചെയ്യുന്നത്. അതിന് നമ്മൾ ഡോക്കർ ഫയൽ, അതായത് ഡോക്കർ ഫയല് മെൻഷൻ ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ. ഓക്കെ, റൂട്ട് ഡയറക്ടറിയിലുള്ള ഡോക്കർ ഫയലിനെ മെൻഷൻ ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കമാൻഡ്സ്, ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഐ എം ജസ്റ്റ് കോപ്പി പേസ്റ്റിംഗ് ദാറ്റ് വൺ. എവിടെയാണ് റീസ്റ്റാർട്ട് ഓൾവേസ്, അതായത് ബഗ്ഗോ കാര്യങ്ങളോ, ഐ മീൻ ഇൻറ്റേർണൽ സെർവറോ കാര്യങ്ങളോ വരുന്ന സമയത്ത് ഇത് വീണ്ടും റീസ്റ്റാർട്ട് ആവും. പിന്നെ ലോഗിൻ ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാം. പോർട്സ് ആവശ്യമില്ല, കാരണം നമ്മൾ ട്രാഫിക് സർവീസാണ് യൂസ് ചെയ്യുന്നത്. ഈ ഹോസ്റ്റ് എവിടെ നിന്നാണ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ .env ഫയലിൽ ഒരു ഹോസ്റ്റ് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഹോസ്റ്റാണ് ഇവിടെ വരിക, അതായത് test.tapio.com എന്ന് പറയുന്ന ഹോസ്റ്റാണ് ഇവിടെ വരിക. അതിനുശേഷം കുറച്ച് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ നമ്മുടെ സർവീസ് മെൻഷൻ ചെയ്ത് കൊടുക്കാം, അതായത് ടെസ്റ്റ് നോഡ്, TLS സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളും ലോഡ് ബാലൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ആഡ് ചെയ്യാണ്. 80 എന്ന് പറഞ്ഞ പോർട്ടാണ്, നമ്മൾ ട്രാഫിക്കിൻ്റെ 80 പോർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എൻവയോൺമെൻറ്റ് ഇങ്ങനെ നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് എൻവയോൺമെൻറ്റ് വേരിയബിൾസ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഡയറക്റ്റ്ലി എൻവയോൺമെൻറ്റ് വേരിയബിൾസ്, എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന കീൻ്റെ അകത്ത് നമുക്ക് കൊടുക്കാം, കീ വാല്യൂ പെയേഴ്സ് ആയിട്ട്. അല്ലാതെ രണ്ടാമത്തെ വഴി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ env ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. env ഫയലിൽ നമുക്ക് ഫയൽ നെയിം ഡയറക്റ്റ്ലി മെൻഷൻ ചെയ്ത് കൊടുക്കാം, .env. So it will pick .env file from our code. അതിനുശേഷം നമുക്ക് വോളിയംസ് ജസ്റ്റ് മെൻഷൻ ചെയ്ത് കൊടുക്കാം. വോളിയംസ് എന്തിനാണ് മെൻഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ലോക്കൽ സിസ്റ്റത്തിലുള്ള കോഡും കണ്ടെയ്നറിൻ്റെ ഉള്ള കോഡും മൗണ്ട് ചെയ്യാൻ വേണ്ടി. അതായത് നമ്മൾ ലോക്കൽ സിസ്റ്റത്തിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്ന സമയത്ത് ഇത് നേരെ കണ്ടെയ്നറിനുള്ള ഇമേജസിൽ എഫക്റ്റ് ചെയ്യും. സോ വി ക്യാൻ ഡു ദ റീലോഡിങ്, ഹോട്ട് റീലോഡിങ്. ബട്ട് നമ്മൾ സെർവറിൽ ഒരു സാധനം ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വോളിയം നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോട്ട് റീലോഡിങ് ആവശ്യമില്ല. നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ബിൽഡ് ചെയ്യണം. ബിൽഡ് ചെയ്യാതെ ഹോട്ട് റീലോഡിങ് വന്നു കഴിഞ്ഞാൽ അത് നല്ലതല്ല പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൽ. അതിനുശേഷം നമുക്ക് നെറ്റ്വർക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാം. നെറ്റ്വർക്ക് വിൽ ബി, ഇതിന് നെറ്റ്വർക്ക് മെൻഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നെറ്റ്വർക്ക് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇപ്പോൾ ടെസ്റ്റ് നോഡ് ഡോക്കർ നെറ്റ് എന്ന് പറഞ്ഞ നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ട്രാഫിക്കും ഡോക്കർ നെറ്റ് എന്ന് പറഞ്ഞ നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് തമ്മിൽ ഇൻ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇൻ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് മെയിനായിട്ടുള്ള ചേഞ്ചസ്. സോ ലെറ്റ്സ് ചെക്ക് ദിസ് വൺ. ഞാനിത് ഗിറ്റിലേക്ക് പുഷ് ചെയ്യാണ് ചേഞ്ചസ്. ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ ചെയ്യുന്ന സമയത്ത് ബെസ്റ്റ് പ്രാക്ടീസാണ് ഗിറ്റ് ഇഗ്നോർ ആഡ് ചെയ്യുക എന്നുള്ളത്. ഗിറ്റ് ഇഗ്നോർ ഫയൽ, അതിൽ നമുക്ക് എന്തെല്ലാം ആഡ് ചെയ്യാന്ന് വെച്ചാൽ .env ഫയൽ നമ്മൾ ഒരിക്കലും ഗിറ്റ് ഹബിലേക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് പുഷ് ചെയ്യാൻ പാടില്ല, അത് നമ്മൾ ഇഗ്നോർ ചെയ്യണം. രണ്ടാമത്തെ കാര്യം നോഡ്
നോഡ് മൊഡ്യൂൾസ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒരുപാട് ഫയൽസ് ഉണ്ടാവും. സോ നമുക്ക് ജസ്റ്റ് റിമൂവ് ചെയ്യാം. അതേപോലെ തന്നെ എൻവയോൺമെൻറ്റ് വേരിയബിൾസ്, ഇവിടെ നിന്ന് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഐ എം ജസ്റ്റ് റിമൂവിങ് restore staged. ഡോട്ട് ചെയ്യുന്ന ഞാൻ റിമൂവ് ചെയ്യാണ്. നമുക്ക് കാണാം ഇത്രയും ഫയൽസാണ് നമുക്ക് ആവശ്യമുള്ളത്. സോ ഇത് ഞാൻ പുഷ് ചെയ്യാണ്, കമ്മിറ്റ് ചെയ്യാണ്. മെയിൻ ബ്രാഞ്ചിലേക്ക് തന്നെയാണ് പുഷ് ചെയ്യുന്നത്. കാരണം ഇത് ടെസ്റ്റ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ്. സാധാരണ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും മെയിനിലേക്ക് ഡയറക്റ്റ്ലി പുഷ് ചെയ്യില്ല. രണ്ട് ബ്രാഞ്ചസ് ഉണ്ടാവും. വൺ വിൽ ബി മെയിൻ ആൻഡ് മെയിൻ വിൽ ബി ഓൾവേസ് പ്രൊഡക്ഷൻ ബ്രാഞ്ച്. ദർ വിൽ ബി വൺ മോർ ബ്രാഞ്ച് ദാറ്റ് വിൽ ബി ഡെവലപ്പ്. ഡെവലപ്പ് ബ്രാഞ്ച് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെവ് എൻവയോൺമെൻറ്റ് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി, ഡെവ് എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്ന സമയത്ത് അതെങ്ങനെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആക്ച്വലി എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നു. ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലുള്ള പുതിയ ചേഞ്ചസ് ഡെവലപ്പിലേക്ക് പുഷ് ചെയ്യുന്നു. ഡെവലപ്പിലേക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ PR റേസ് ചെയ്യുന്നു. അപ്പോൾ കോഡ് ആരാണോ റിവ്യൂ ചെയ്യുന്നത് അവർ റിവ്യൂ ചെയ്യുന്നു. അത് ഡെവലപ്പിലേക്ക് പുഷ് ചെയ്യുന്നു, ഡെവലപ്പിലേക്ക് മെർജ് ചെയ്യുന്നു. അപ്പോൾ ഡെവലപ്പിൽ നമ്മൾ ഏതെങ്കിലും ഒരു എൻഡ് പോയിൻറ്റ് ഓർ CI/CD നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഡെവലപ്പിലേക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് CI/CD വെച്ചിട്ട് അത് നമ്മൾ AWSലേക്കോ ഏത് ക്ലൗഡ് സെർവറാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ അകത്തേക്ക് ഡിപ്ലോയ് ആവും. അത് നമുക്ക് ലൈവായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് പ്രൊഡക്ഷനിലേക്ക് പുഷ് ചെയ്യാം. ഇതാണ് ഒരു ഫ്ലോ വരുന്നത്. ഡിഫറെൻറ്റ് കമ്പനീസ് ഡിഫറെൻറ്റ് ആർക്കിടെക്ചേഴ്സ് യൂസ് ചെയ്യും. സോ ഞാൻ മെയിനായിട്ടുള്ള ഒരു ഐഡിയ ആണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ കയറുന്ന സമയത്ത് നമ്മൾ സെറ്റപ്പ് ചെയ്തു, സബ് ഡൊമൈൻ ആഡ് ചെയ്തു, EC2 ഇൻസ്റ്റൻസ് ചെയ്തു, ഇലാസ്റ്റിക് IP ആഡ് ചെയ്തു, ഓപ്പണിംഗ് EC2 ഇൻസ്റ്റൻസ്, കൺസോൾ നമ്മൾ ചെയ്തില്ല, ട്രാഫിക് റിവേഴ്സ് ആൻഡ് പ്രോക്സി നമ്മൾ ആഡ് ചെയ്തു. ഇനി രണ്ടാമത് നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ നമുക്ക് കൺസോളുമായിട്ട് നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾ വെബ് ബ്രൗസറിൽ നിന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാം. അല്ലെ രണ്ടാമത്തെ വഴി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് വേസ് ഓഫ് ആക്സസിങ് ഉണ്ട്. നമുക്ക് തന്നെ കാണാൻ പറ്റും. സെഷൻ മാനേജർ വെച്ചിട്ട് SSH ക്ലയൻറ്റ് വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ നമുക്ക് കുറേ കമാൻഡ്സ് കാണിക്കുന്നുണ്ട്. ഈ കമാൻഡ് നമുക്ക് ടെർമിനൽ, നമ്മൾ ലോക്കൽ സിസ്റ്റത്തിലുള്ള ടെർമിനൽ വെച്ചിട്ട് നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത PEM ഫയലൊക്കെ ആവശ്യമാണ് ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ട്. ഞാനിപ്പം ഇതിപ്പോൾ നമ്മളെ EC2 ഇൻസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതിൽ നെസസറി ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഡോക്കർ കമ്പോസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി വി നീഡ് ടു ഇൻസ്റ്റാൾ ഡോക്കർ ഇൻ ടു അവർ EC2 ഇൻസ്റ്റൻസ്. ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനിലേക്ക് പോവുകയാണ്. ഒഫീഷ്യൽ ഡോക്യുമെൻറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുറേ കമാൻഡ്സ് കിട്ടും എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്കിവിടെ വേണമെങ്കിൽ നമുക്ക് റൂട്ട് ആക്സസ് എടുക്കാം. റൂട്ട് ആക്സസ് എടുത്ത് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം.
ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു കണ്ടെയ്നേഴ്സും നിലവിലില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു പുതിയ ഫോൾഡർ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് ക്ലോൺ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മൾ SSH കീ ആഡ് ചെയ്യണം. എങ്ങനെ SSH കീ ആഡ് ചെയ്യാൻ പറ്റും? ജസ്റ്റ് SSH-key അടിച്ചാൽ വഴി ഇതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഒരു SSH കീ ജനറേറ്റഡ് ആയിട്ടുണ്ടാവും. അതിൻ്റെ പബ്ലിക് SSH കീ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ അതിൻ്റെ ഫോൾഡറിലേക്ക് പോകണം. ഇറ്റ് വിൽ ബി ഇൻസൈഡ് SSH IDRSA.public. ഇതാണ് നമ്മുടെ പബ്ലിക് കീ. അപ്പോൾ ഇത് നേരെ കോപ്പി ചെയ്യാണ്. നേരെ കോപ്പി ചെയ്ത് നമ്മുടെ GitHub അക്കൗണ്ടിലേക്ക് പോകുന്നു. നേരെ സെറ്റിങ്സിലേക്ക് പോകുന്നു. ഇവിടെ SSH കീ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നേരിട്ട് SSH കീ ആഡ് ചെയ്യാണ്. SSH കീ ആഡ് ചെയ്തിരിക്കുകയാണ്. നോട്ട് ടെസ്റ്റ്, ഇതാണ് നമ്മുടെ SSH കീ. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ റെപ്പോസിറ്ററിയിലേക്ക് ചെല്ലാം. എന്നിട്ട് നേരെ നമുക്ക് നമുക്കിവിടെ SSH എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അപ്പോൾ HTTPS ഒക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ SSH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യമാണെങ്കിലും നമുക്ക് ഡയറക്റ്റ്ലി പോയിട്ട് എന്ത് ചെയ്യാം, ക്ലോൺ ചെയ്യാൻ പറ്റും, പാസ്വേഡ് യൂസർ നെയിം അടിക്കാതെ. git clone അപ്പോൾ LS അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ടെസ്റ്റ് നോഡ് ക്ലോൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചെല്ലാം. ടെസ്റ്റ് നോഡ് LS അടിച്ച് കഴിഞ്ഞാൽ എല്ലാ ഫയൽസും നമുക്ക് കാണാൻ പറ്റും. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു env ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിന് ഞാൻ നാനോ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബിമ്മോ ഏത് കമാൻഡാണ് കംഫർട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. ഹോസ്റ്റും പോർട്ടുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് സെയിം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സേവ് ചെയ്യാണ്. പിന്നെ ജസ്റ്റ് സേവ് ചെയ്തു എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ജസ്റ്റ് കാറ്റ് ചെയ്ത് നോക്കുന്നു. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പോർട്ട് 80 ആണ്. സോ നമ്മൾ ഇൻസ്റ്റൻസിലേക്ക് ചെന്ന് ആ പോർട്ട് നമ്മൾ പബ്ലിക്കലി ആക്സസിബിൾ ആക്കണം, 80 എന്ന് പറയുന്ന പോർട്ട്. അപ്പോൾ നമുക്ക് എവിടെ ചെല്ലാൻ പറ്റുന്നു, എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി അതിൽ ചെന്നതിന് ശേഷം നമുക്ക് കാണാം ഓൾറെഡി 80 എന്ന് പറഞ്ഞ പോർട്ട് പബ്ലിക്കലി ആക്സസിബിൾ ആണ്. സോ ലെറ്റ് മീ ചെക്ക് ദാറ്റ് വൺ. സെക്യൂരിറ്റി ഗ്രൂപ്പിലേക്ക് ചെന്നതിന് ശേഷം ഇപ്പോൾ നമ്മൾ 400 4000 അങ്ങനെ ഏതെങ്കിലും പോർട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യാൻ, അതായത് എക്സ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് റൂൾ ആഡ് ചെയ്യാം. എന്നിട്ടൊരു കസ്റ്റം TCP കൊടുക്കാം. ഏതാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമുക്കിതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആയിക്കോളും. അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ എറർ കാണിക്കുന്നത്. ക്യാൻസൽ അടിക്കുകയാണ്, അവിടെ ചെല്ലുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ .env ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി ജസ്റ്റ് ഡോക്കർ കമ്പോസ് YAML എന്ന് പറഞ്ഞ ഫയൽ റൺ ചെയ്യാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് ഡോക്കർ കമ്പോസ് -f എന്ന് പറഞ്ഞാൽ നമുക്ക് ഫയൽ മെൻഷൻ ചെയ്യാം. ഡോക്കർ കമ്പോസ് YAML ഫയലാണെങ്കിൽ നമ്മൾ F മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഡിഫോൾട്ടായിട്ട് പിക്ക് ചെയ്യും. build d റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ് ഫോർ സം ടൈം.
ബേസിക്കലി നമ്മുടെ നോഡ് ആപ്ലിക്കേഷൻ ബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഡോക്കർ PS അടിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ കണ്ടെയ്നേഴ്സും കാണാൻ സാധിക്കും. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ലോഗ്സ് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ ലോഗ്സ് ചെക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഡോക്കർ ലോഗ്സ് -f just want to give the names of that container. Then you can see, yeah, module not found. It may be the issue from nodemon. So we can try something like cat src server.ts. okay, nano docker compose file, not this one. ഡോക്കർ ഫയലാണ് നമ്മൾ ഓപ്പൺ ആക്കേണ്ടത്. അവിടെയാണ് നമ്മൾ കമാൻഡ്സ് കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം നമ്മൾ യാണാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് യാൺ സ്റ്റാർട്ട് കൊടുക്കാം. test node, നമുക്കിവിടുന്ന് ജസ്റ്റ് docker compose അത് നമ്മൾ ലോക്കൽ യൂസറിലാണ് ഉള്ളത്. സോ sudo പെർമിഷൻ വേണം. docker compose up build d. ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇറ്റ് ഈസ് റണ്ണിങ്. ഇനി നമ്മൾ ഡൊമൈൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. സോ
we can access hello world from test.tapico.com -v1. എങ്ങനെയാണ് നമുക്ക് ഒരു ഡോക്കർ കമ്പോസ് ഫയൽ വെച്ചിട്ട് EC2 ഇൻസ്റ്റൻസിൽ നമുക്ക് ഏത് ക്ലൗഡ് സെർവർ ആയിരുന്നാലും നമുക്ക് സെയിം രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. GCP ആണെങ്കിലും അഷ്യൂർ ആണെങ്കിലും എല്ലാത്തിൻ്റെയും പ്രോസസ്സ് സെയിം തന്നെയാണ്. ബേസിക് ഐഡിയ സെയിം ആണ്. സോ ഇത് നമ്മൾ നോട്ട് JS ആണ് ആപ്ലിക്കേഷനാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫാസ്റ്റ് API ആപ്ലിക്കേഷനോ റിയാക്ട് JS ആപ്ലിക്കേഷനാണെങ്കിൽ സിമിലർ വേയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ട്രാഫിക് വെച്ച് എങ്ങനെയാണ് എക്സ്പോസ് ചെയ്യേണ്ടത്, ഒരു സർവീസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതിയാവും. സെയിം വേയിൽ നമുക്ക് മറ്റേതും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷനൊക്കെ ആകുന്ന സമയത്ത് എൻജിനെക്സ് ചിലപ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. എൻജിനെക്സ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡോക്കർ ഫയൽ വെച്ച് തന്നെ എൻജിനെക്സ് സെറ്റപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എൻജിനെക്സ് സെറ്റപ്പ് ചെയ്തിട്ട് ഡോക്കർ കമ്പോസ് വെച്ച് തന്നെ കണ്ടെയ്നർ ആക്കിയിട്ടത് ബിൽഡ് ചെയ്യാനും അത് നമുക്ക് എന്താ പറയുക ഡിപ്ലോയ് ചെയ്യാനും പറ്റും. ഓക്കെ ദെൻ ഐ തിങ്ക് ദിസ് ഹെൽപ്ഡ് യു എ ലോട്ട്. Then okay, bye everyone.